ഹായ് ഓൾ. ഇന്നൊരു ക്രാഫ്റ്റ് വീഡിയോ ആണ് കേട്ടോ. വീഡിയോ ചെയ്യണം എന്ന് കരുതിയിട്ട് ചെയ്ത ക്രാഫ്റ്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ വീഡിയോ എടുക്കാമല്ലോ എന്ന് തോന്നി. അങ്ങനെ ഞാൻ അതെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം വീഡിയോയ്ക്ക് വേണ്ടി കാണിക്കണതാണ്. നമുക്ക് ദീപാവലിക്ക് കിട്ടിയ സ്വീറ്റ് ബോക്സാണ്. സ്വീറ്റ്സ് ഉണ്ടായിരുന്നില്ല, ബോക്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഷുഗർ ഡയറ്റ് ആയാലും സ്വീറ്റ്സ് ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കണ്ടെയ്നേഴ്സ് എല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവർ വേസ്റ്റിൽ കളയുന്ന സംഭവമാണിത്. ഫ്രണ്ട് കൊണ്ടുവന്നെന്താ നമുക്ക് ബോക്സ് കിട്ടി. പിന്നെ ഇത് നമ്മൾ മിനി ഫ്രെയിമൊക്കെ ചെയ്യുന്ന ആ ഒരു എന്താ പറയുക ഫോം ഷീറ്റിൽ അതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡിവൈഡറൊക്കെ കട്ട് ചെയ്ത് ഇങ്ങനെയെല്ലാം കംപ്ലീറ്റ് ആയതിന് ശേഷമാണ് എനിക്ക് വീഡിയോ എടുക്കാൻ തോന്നിയത്. അതാണ് ഞാനത് റിമൂവ് ചെയ്തിട്ട് വീണ്ടും കാണിച്ചത്. പിന്നെ അതിൻ്റെ ലിഡ് വീഡിയോ എടുക്കാത്ത കാരണം ലിഡൊക്കെ പ്ലെയിൻ ആയിട്ട് തന്നെ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ബേക്കറിയുടെ നെയിം ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് ഫോം ഷീറ്റ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഒട്ടിച്ചു. പിന്നെ ഒരു ബ്ലാക്ക് സെല്ലോ ടേപ്പ് ഉണ്ടായിരുന്നു, അതിൽ ചെറിയ സ്റ്റാറിൻ്റെ ഡിസൈനും ഉണ്ട്. അത് നമ്മുടെ ആ നെയിമുള്ള സ്ഥലത്തും ഒട്ടിച്ചു. അപ്പം നമ്മുടെ തട്ടിക്കൂട്ടാണെങ്കിലും നല്ല രസമുണ്ട് കാണാൻ. ഒരു ഇയർ റിംഗ് ഓർഗനൈസർ റെഡി ആയിട്ടുണ്ട്. ഈ ജിമിക്കൊക്കെ എൻ്റെ അടുത്തൊരു 10-11 വർഷമായിട്ടുണ്ടാവും. അത്രയും വർഷം മുമ്പത്തെ പഴക്കമുള്ള ജിമിക്കാണ് ഇതൊക്കെ. റെഗുലറായിട്ട് ഇങ്ങനത്തെ കമ്മലൊന്നും യൂസ് ചെയ്യില്ല. അപ്പോൾ അങ്ങനത്തെ ഇയർ റിങ്സ് എല്ലാം ഇതിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്ത് പറയണേ. നമ്മൾ വേസ്റ്റിൽ കളയുന്ന ഒരു സാധനം എടുത്തിട്ട് അതിനെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു പ്രൊഡക്റ്റാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. പിന്നെ ആമസോണിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇയറിംഗ് ഓർഗനൈസറിന് ഒരു 300 റേഞ്ചിൽ റേറ്റ് വരുന്നുണ്ട്. പിന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് അത് ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗി തന്നെയല്ലേ. പിന്നെ നിങ്ങൾ ഇതുപോലത്തെ കണ്ടെയ്നേഴ്സൊക്കെ കിട്ടുകയാണെങ്കിൽ എങ്ങനെ റീയൂസ് ചെയ്യാറ് എന്നൊന്ന് പറയുമോ?